ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വചനം. വിവാഹം താമസം നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വചനം കൂടിയാണിത്. തോബിത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 17-ാം തിരുവചനം. അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. ഈ രണ്ട് വചനങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അട്ടയാളങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളോളം വിശ്വാസം ഏറ്റുപറഞ്ഞിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിങ്ങനെ ചെയ്തു മുറിക്കുള്ളിൽ കയറുക. ഈശോയുടെ രൂപത്തിന് മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ പറയുക: ഈശോയെ, ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ അവിടുന്ന് പറഞ്ഞിട്ടുള്ള വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 6:17 പറഞ്ഞിട്ടുള്ള വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ രണ്ട് വചനത്തിലും പറഞ്ഞിട്ടുള്ള ആ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരേത് രാജ്യത്തായിക്കോട്ടെ, എൻ്റെ വീടിന് തൊട്ടടുത്തായിക്കോട്ടെ, എവിടെയായാലും സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് എനിക്ക് എത്തിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്ര നീ പറയുക മുറിക്കുള്ളിൽ നിന്ന്, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, പുറത്തിറങ്ങുക. പിന്നീട് ഒരിക്കലും നീ മുറിക്കുള്ളിൽ കയറി വിശ്വാസം ഏറ്റു പറയണ്ട. പിന്നീട് നീ പ്രാർത്ഥിക്കുക. ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, വചനം വായിച്ച് ധ്യാനിക്കാം. നീ പ്രാർത്ഥന തുടരുക. മൂന്നാമതായിട്ടൊരു കാര്യം കൂടി ചെയ്യണം: കാത്തിരിക്കണം. കാത്തിരിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ അത്ഭുതം കാണാനായിട്ട് സാധിക്കുക. എത്രമാത്രം നീ കാത്തിരിപ്പ് നീളുന്നുവോ അത്ര ശക്തമായിരിക്കും നിനക്ക് ലഭിക്കുന്ന അനുഗ്രഹം. അതുകൊണ്ട് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.